മോർണിംഗ്. ആഹാ, വിമൻസ് ഡേ സ്പെഷ്യലാ. ഓഫീസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മാഡം പുതിയ ഡിഷ് വാഷർ വാങ്ങിച്ചതിന്റെ ചെലവുണ്ട് കേട്ടോ. ഞാൻ നല്ലോണം ചെലവ് ചെയ്താണോ ഡിഷ് വാഷർ വാങ്ങിച്ചത്? പൊട്ടിയിരിക്കാടോ. 1-ാം തീയതി ശമ്പളം കിട്ടട്ടെ, ട്രീറ്റ് ഒന്ന് സെറ്റ് ആക്കാവേ. എന്നാലും ഹസ്ബൻഡിന്റെ പെർമിഷൻ ഒന്നും ചോദിക്കാതെ ഇവിടെ നിന്നല്ലേ മാഡം ഡിഷ് വാഷർ ഓർഡർ ചെയ്ത് കളഞ്ഞത്? എടോ, എന്റെ വീട്ടില് പാത്രം മേജറായിട്ട് കഴുകുന്നത് ഞാനാ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാനൊരു സാധനം വാങ്ങിക്കുന്നതിന് എന്തിനാണോ പെർമിഷൻ ചോദിക്കുന്നത്? ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴേ ഒരു തീരുമാനം എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് അത് കൂട്ടായി തന്നെ എടുക്കേണ്ടതാ. അത് സമ്മതിച്ചു. പക്ഷെ പെർമിഷൻ നമ്മള് 2025-ലല്ലേടോ? 2025-ലെ ഒരാള് രാവിലെ തന്നെ കണ്ണു നിറച്ച് വന്നിരിപ്പുണ്ട്. എന്താ കാര്യം ചോദിച്ചേ? എന്തു പറ്റിയ ആര്യ? എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്ത് പറയാനാ മാഡം, വീട്ടിലാണെങ്കിലേ പുള്ളിക്കാരൻ നൂഡിൽസ് ഒന്നും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല. കുട്ടികളാണെങ്കിൽ പരീക്ഷ തീർന്നതല്ലേ അമ്മ ഇച്ചിരി നൂഡിൽസ് ഉണ്ടാക്കി തരുമെന്ന് ഇന്നലെ ചോദിച്ചു. ഞാനാണെങ്കിൽ പെട്ടെന്ന് ഒരു പാക്കറ്റ് നൂഡിൽസ് വാങ്ങിച്ചേ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞതാ അച്ഛൻ വരുന്നതിന് മുമ്പ് കഴിക്കണേ മക്കളെന്ന്. പക്ഷെ പുള്ളിക്കാരൻ നേരത്തെ വന്നു മാഡം. അയ്യോ, വേണ്ട പുകിലായിരുന്നു വീട്ടില്. ഇന്ന് രാവിലെ കൂടി ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കി. മാഡം പറഞ്ഞതുപോലെ നമ്മൾ പാചകം ചെയ്യുന്ന അടുക്കളയില് നമ്മുടെ പൈസ കൊടുത്ത് ആഹാരം പോലും വയ്ക്കാൻ പറ്റത്തില്ല മാഡം. 2025 ആയി എന്ന് പറഞ്ഞാലും ഇനി എത്ര വിമൻസ് ഡേ ആഘോഷിച്ചാലും ചില കാര്യങ്ങളൊന്നും ഒരിക്കലും മാറില്ല.